വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. പരവൂർ കൂനയിൽ പാലമൂട്ടിൽ പടിഞ്ഞാറ്റത്തിൽ രാജ്യത്താണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 പ്രതി യുവതിയുടെ വീടിന്റെ ജനൽ പൊളിച്ച് ഉള്ളിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി ഉണർന്നതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. യുവതിയുടെ കൈവെട്ടിയ അമ്മാവൻ അറസ്റ്റിൽ. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവതിയുടെ കൈവെട്ടിയ അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോങ്ങനാട് പഴയ ചന്തു വിഷ്ണു ഭവനിൽ മണിക്കുട്ടനാണ് അറസ്റ്റിലായത്. വഴിത്തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാൾ സഹോദരി പുത്രി സിന്ധുവിന്റെ ഇരുകൈകളും വെട്ടിയത്. പ്രതി മണിക്കുട്ടന്റെ വീടിന് സമീപത്ത് കൂടിയാണ് സിന്ധുവിന്റെ വീട്ടിലേക്കുള്ള വഴി. ഈ വഴിയിലാണ് സിന്ധു സ്കൂട്ടർ പാർക്ക് ചെയ്യാറുള്ളത്. അതിനാൽ തന്റെ പുരയിടത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നായിരുന്നു പ്രതിയുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. കയ്യിൽ വെട്ടേറ്റതിന് പിന്നാലെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സിന്ധുവിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൈകളിൽ ആഴത്തിലുള്ള മുറിവും ഞരമ്പുകൾ മുറിഞ്ഞതുമൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഒളിവിലായിരുന്ന പ്രതിയെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അധ്യാപികയെ തല്ലിയതിന് വിദ്യാർത്ഥി അറസ്റ്റിൽ. ഗുജറാത്തിലാണ് സംഭവം. 12ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് അൻസാരിയാണ് അറസ്റ്റിലായത്. പരീക്ഷയ്ക്ക് താമസിച്ചെത്തിയത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. നിങ്ങൾ ആരാണ് ചോദിക്കാനെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 8:45 ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ദിനേശിന് മർദ്ദനമേറ്റത്. വീടിനുള്ളിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് വീണപ്പോൾ നിലത്തിട്ട് മർദ്ദിച്ചു. സംഭവത്തിൽ ഗുണ്ടകളടക്കം 3 പേർ പിടിയിലായി. അഖിലേഷ്, ജയരാജ്, വ്യാസൻ എന്നിവരാണ് പിടിയിലായത്. പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. മദ്യലഹരിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമണമുണ്ടായത്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസ്. സഹപ്രവർത്തകയിലേക്കും ആൺസുഹൃത്തിലേക്കും അന്വേഷണം. ക്രൂരപീഡനത്തിന് സ്പായിലെ സഹപ്രവർത്തകയെയും ഒത്താശ ചെയ്തെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺസുഹൃത്തിലേക്കും പോലീസ് അന്വേഷണം നീളുന്നു. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനും സാധ്യതയുണ്ട്. തിരുവല്ലയിൽ ഗുണ്ടാ കൂട്ടുകെട്ടുള്ള പോലീസുകാർ മാസപ്പടി പറ്റുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന് സൂചനയുണ്ട്. 1ാം പ്രതി മരണസുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. മറ്റ് 4 പേരാണ് ഒളിവിലുള്ളത്.